പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഇങ്ങനെയാണ്: പ്രതിക്ക് ആവലാതിക്കാരനോടും മറ്റുമുണ്ടായിരുന്ന വിരോധം നിമിത്തം ടിയാനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ചീത്ത വിളിച്ച് മനോവിഷമപ്പെടുത്തിയും കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആവലാതിക്കാരന്റെ നെഞ്ചിലും താഴെയും ഇടത്തു തുടകളിലും കുത്തിയതിൽ വെച്ച ആവലാതിക്കാരന്റെ നെഞ്ചിനു താഴെയും ഇരു കാൽത്തുടകളിലും ഗുരുതരമായ പരിക്കേൽക്കുന്നതിനും തടസ്സം പിടിച്ച ആവലാതിക്കാരന്റെ പിതാവിന് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എന്ന് പോലീസ് എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഒരു കുടുംബത്തോട്, ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി ക്രൂരത അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനു പിന്നാലെ വീണ്ടും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത്, എനിക്ക് ആ കോടതി വിധി വന്ന ദിവസം ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കോടതി വിധിയിൽ നിന്ന് പ്രതികരിച്ച രീതി ഓർമ്മയുണ്ട്. അത് വല്ലാത്തൊരു നിസ്സഹായതയിൽ നിന്ന് എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ആ അമ്മ അന്ന് പറഞ്ഞത് എൻ്റെ ഭർത്താവ് പോയി കൊല്ലും എന്നാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്, നിയമത്തോടുള്ള വെല്ലുവിളിയാണ്. പക്ഷെ അത് പറയുന്ന സാഹചര്യം കൊണ്ട് ക്ഷമിക്കാൻ മനുഷ്യർ തയ്യാറാകും. അവിടെ നിന്നാണ് അവർ തന്നെ വീണ്ടും ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് തല താഴ്ത്തി നിന്നല്ലാതെ, നാണം കെട്ടല്ലാതെ ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അതെ, അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, ലജ്ജാകരമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ് കാണിക്കുന്നത്. ഇതിൽ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള എഫ്ഐആറിൽ പറയുന്നത് കരുതലോടുകൂടി ആയുധം മുൻകൂട്ടി കയ്യിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശനെയും ആക്രമിക്കാൻ വേണ്ടി മുൻവൈരാഗ്യമുള്ള പ്രതി വന്നു എന്നാണ്. 3 വകുപ്പുകളാണ് ചുമത്തിയതായി കണ്ടത്. ഒന്ന് 324 വോളണ്ടറി ഹർട്ടുമായി ബന്ധപ്പെട്ടതാണ്, 307 വധശ്രമവുമായി ബന്ധപ്പെട്ടതാണ്, പിന്നീട് അസഭ്യവാക്കുകൾ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ്. പക്ഷെ ഇവിടെ പോലീസ് പറയുന്നു കരുതലോട് കൂടിയിട്ടാണ് പ്രതി വന്നത്, പ്രതിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, പ്രതി ആയുധം കയ്യിൽ വെച്ചിരുന്നു എന്ന് പറയുന്നു. ഒരാൾ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അയാൾ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് നടക്കാറില്ല. മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കുന്ന ആൾ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വകുപ്പ് ചുമത്താത്തത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഈ പറയുന്ന കുട്ടിയുടെ രക്ഷിതാക്കളെ, അച്ഛനെ, മുത്തശ്ശനെ ആക്രമിച്ച് കൊലപ്പെടുത്തണമെന്ന് മുൻകരുതലോട് കൂടി പ്രതി വരുന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. ആ ആസൂത്രണത്തിൽ ഈ പ്രതിക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളെ ഒന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ഈ പോലീസിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ, നിങ്ങൾക്ക് ഈ വണ്ടിപ്പെരിയാർ കേസിലെ കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ 4 പേജ് പ്രോസിക്യൂഷന്റെ കേസ് നടത്തിയതിലുള്ള വീഴ്ചകളെ പറ്റി മാത്രമാണ് കോടതി പറയുന്നത്. 72ാമത്തെ പേജ് മുതൽ 75ാമത്തെ പേജ് വരെയുള്ള 4 പേജുകളിൽ 8 പോയിന്റുകളായിട്ട് പ്രോസിക്യൂഷൻ കേസ് നടത്തിയതിലുള്ള വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് കോടതി. യഥാവിധി തെളിവുകൾ കളക്ട് ചെയ്തില്ല. ഈ കളക്ട് ചെയ്ത തെളിവുകൾ തന്നെ സീൽഡ് കവറുകളിൽ സൂക്ഷിച്ചില്ല. ഈ പറയുന്ന സാധാരണഗതിയിൽ തൂങ്ങി മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബ്ലഡിൻ്റെയും ഫീക്കൽ മാറ്ററിൻ്റെയും യൂറിൻ്റെയും ട്രേസസ് കളക്ട് ചെയ്തിട്ടില്ല. ഈ പറയുന്ന പ്രതി ഏത് വഴിയിലാണ് അകത്ത് വന്നത്, ഏത് വഴിയിലൂടെയാണ് പുറത്തു പോയത് എന്നത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയില്ല. ആ പ്രദേശത്ത് മുന്നേ തന്നെ കിടന്നിരുന്ന തോർത്തുമുണ്ട് നേരത്തെ തെളിവായി സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല വിരലടയാള വിദഗ്ധന്മാരുടെ സഹായം പോലും ഉപയോഗിച്ചില്ല. കളക്ട് ചെയ്യാമായിരുന്ന ഒരുപാട് ഫിംഗർ പ്രിന്റുകൾ മനഃപൂർവ്വം മിസ് ചെയ്തു. അലമാര, ഈ തുണി എടുത്തിട്ടുള്ള അലമാര പരിശോധിച്ചിട്ടേ ഇല്ല. മാത്രമല്ല DNA തെളിവുകൾ പരിശോധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായിട്ട് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ 1 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഈ പോലീസുകാരൻ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മാത്രമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ള മുറി വന്ന് പരിശോധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള എവിഡൻസുകൾ ഈ സമയം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ പരാജയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു കേസ് നടത്തുകയും ആ കേസിൽ പ്രതിക്ക് കിട്ടാവുന്ന നിയമത്തിൻ്റെ എല്ലാ ഇളവുകളും കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു പരാജയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ നേരിൽ യാതൊരു നടപടിയും ഇതുവരെയായിട്ട് എടുത്തതായിട്ട് കാണുന്നില്ല. ഈ പറയുന്ന പ്രതിഷേധങ്ങൾ DYFI ഉൾപ്പെടെ നടത്തി എന്ന് പറയുന്നുണ്ട്. DYFIയുടെ ആവശ്യം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പീൽ കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ നിയമത്തെ പറ്റി സാമാന്യ ധാരണയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്തരത്തിൽ എവിഡൻസുകൾ സ്കാർസ് ആയിട്ടുള്ള, അതായത് തെളിവുകൾ ഇല്ലാത്ത, വേണ്ടവണ്ണം കീഴ്ക്കോടതിയിൽ നടത്തിയിട്ടില്ലാത്ത കേസുകളിൽ അപ്പീലിലും യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്? അപ്പീൽ എന്ന് പറഞ്ഞാൽ റീട്രയൽ അല്ല. കീഴ്ക്കോടതി നടത്തുന്ന പോലെ, വിചാരണ കോടതി നടത്തുന്ന പോലെ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിചാരണയല്ല അപ്പീൽ കോടതിയിൽ നടക്കുന്നത്.
പറയുന്നത്. ഈ കോടതിയുടെ വിധിയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, എറർ അപ്പാരന്റ് ഇൻ ദ ഫേസ് ഓഫ് ലോ ഉണ്ടോ എന്ന് മാത്രമാണ് അപ്പീൽ കോടതി പരിശോധിക്കുക. ഇവിടെ ഈ പറയുന്ന വിധിയിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ വിധി പറയാൻ മാത്രമേ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അപ്പീൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫാർസാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഇവിടെ വേണ്ടത് റീഇൻവെസ്റ്റിഗേഷനാണ്. ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ആളല്ല ഇതിലെ യഥാർത്ഥ പ്രതിയെങ്കിൽ പെൺകുട്ടി മരിച്ചു എന്നത് വസ്തുതയാണ്, പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നത് വസ്തുതയാണ്. ഇത് ആരാണ് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത്രയേറെ വീഴ്ചകൾ വരുത്തി? ശാസ്ത്രീയ തെളിവുകൾ എന്തുകൊണ്ട് കളക്ട് ചെയ്തില്ല? ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായിട്ടില്ല? ഇങ്ങനെ ഒരു പശ്ചാത്തലം നിൽക്കുമ്പോഴാണ് ഈ പോലീസിന്റെ മൂക്കിന് കീഴിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വീണ്ടും ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാവുന്നത്. ഇത് ലോ ആൻഡ് ഓർഡറിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് എന്നല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ബിജെപിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നല്ലോ. ഇത്തരത്തിൽ പിന്നെയും എങ്ങനെയാണ് ആക്രമണം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും അതാണ് ഇന്നലെ രാത്രി പോലീസ് അവിടെ ഹോസ്പിറ്റലിൽ വരെ BJP പ്രവർത്തകർ പോയി കുത്തിയിരിപ്പ് സമരം നടത്തിയതിന് ശേഷമാണ് വീടിനും ഹോസ്പിറ്റലിനും പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ മുൻകൂട്ടി ഇങ്ങനെ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന പോലീസുകാർ അത്തരത്തിലുള്ള യാതൊരു സുരക്ഷാ മുൻകരുതലും എടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അത് മറ്റൊരു വശമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഉന്നാവ് സംഭവമായി താരതമ്യം ചെയ്യുന്ന അതിൽ ഒരു യുക്തിയുടെ പെശകുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? കാരണം ഉന്നാവ് സംഭവത്തിൽ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഉന്നാവ് സംഭവത്തിലെ പ്രതിയായിരുന്ന ആള് ഒരു MLA ആയിരുന്ന ആളാണ്, കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ആളാണ്. 2017 ജൂൺ മാസത്തിൽ നടന്നിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് 2018 ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ, അതായത് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നുണ്ട്. അയാളെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നുണ്ട്. പ്രതികൾ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അതല്ല, ഇത് അങ്ങനെയല്ല, താരതമ്യം ശരിയല്ല. ഇവിടെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല. ഈ പറയുന്ന പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുകയാണ്. ഇതിന് എന്ത് സംഭവത്തോടാണ് താരതമ്യം ചെയ്യാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കേരളത്തിൽ തന്നെ ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന നല്ല ഉദാഹരണം വാളയാർ സംഭവമാണ്. വാളയാർ സംഭവം നമ്മുടെ എല്ലാം കൺമുന്നിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ഒരേ വീട്ടിലെ 2 കുട്ടികൾ, 9ഉം 13ഉം വയസ്സ് പ്രായമുള്ള 2 ദളിത് പെൺകുട്ടികൾ. ഒരു പെൺകുട്ടി ജനുവരി 23-ാം തീയതി കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ആ കുട്ടിയുടെ അനിയത്തിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 ആളുകൾ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഈ പെൺകുട്ടി പറഞ്ഞിട്ടും പോലീസ് കൊലപാതകത്തിന് കേസെടുക്കുന്നില്ല, അൺനാച്ചുറൽ ഡെത്തിനാണ് കേസെടുക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ മാർച്ച് മാസത്തിൽ ഈ 2ാമത്തെ പെൺകുട്ടിയും അതേ മുറിയിൽ തൂങ്ങി മരിച്ചതായി കാണപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ലൈംഗിക പീഡനം നടന്നതായി തെളിയിക്കപ്പെടുന്നു. അവിടെ 4 പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? കേസ് നടത്തിപ്പിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ട് ഈ പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുള്ള അഭിഭാഷകനെ CWCയുടെ ചെയർമാനായിട്ട്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന സർക്കാരിനെ നമ്മൾ കണ്ടു. ഈ ഇരയ്ക്ക് വേണ്ടി വാദിക്കേണ്ട പ്രോസിക്യൂഷൻ ഇരയുടെ അമ്മയ്ക്കെതിരെ തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള മൊഴികൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ച നടത്തിക്കൊണ്ട് ഈ 4 പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. ആ വിധിയിലും ബഹുമാനപ്പെട്ട ന്യായാധിപൻ പറയുന്നുണ്ട്, ഈ കേസിൽ ഇവരെ ശിക്ഷിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതായതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. കാരണം അത്രയും വീഴ്ചയുള്ള മട്ടിലാണ് പ്രോസിക്യൂഷൻ ഈ കേസ് നടത്തിയതെന്ന്. എന്നിട്ട് ഈ കുട്ടിയുടെ ഒരു മിനിറ്റ്, ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മുഖ്യമന്ത്രിയെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് മുഖ്യമന്ത്രിയുടെ കാലിൽ വീഴേണ്ടി വന്നു. എന്നിട്ട് ഇവർക്ക് നീതി കിട്ടിയില്ല. അവസാനം ആ സ്ത്രീക്ക് മൊട്ടയടിച്ചിട്ട് ധർമ്മടത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ ഇവിടുത്തെ ഈ സൈബർ കമ്മീസ് സമൂഹത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളും ആക്ഷേപങ്ങളും ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു. ഇന്നും നീതി കിട്ടാതെ വാളയാറിലെ 2 പെൺകുട്ടികളുടെ അമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഉദാഹരണം അവിടെ ഉള്ളപ്പോൾ ഇരയ്ക്ക് നീതി കിട്ടാത്ത, പ്രതികൾ ശിക്ഷിക്കപ്പെടാത്ത സംഭവം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഉന്നാവ് കേസുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. തുടർ ആക്രമണങ്ങളുടെ പേരിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ആ താരതമ്യം ഉന്നയിച്ചെന്ന് അങ്ങേക്ക് അറിയാത്തതല്ല. പക്ഷേ അങ്ങേക്ക് ശരി, അങ്ങയുടെ വിയോജിപ്പ് അങ്ങ് രേഖപ്പെടുത്തുകയും ചെയ്തു. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരികെ ശരി പൂർത്തീകരിക്കും. ഒറ്റ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, UPയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം റെക്കോർഡുകൾ എന്നത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ചില തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട് UPയാണ് കേരളത്തെക്കാൾ മോശമെന്ന് കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിലെനിക്ക് ആക്ഷേപമൊന്നുമില്ല, അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞ കണക്കുകൾ ശരിയല്ല. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ അബ്സല്യൂട്ട് നമ്പർ ഓഫ് ക്രൈംസിലാണ് UP ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അബ്സല്യൂട്ട് നമ്പർ ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ ആകെ നടക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് നമ്പറിൽ എപ്പോഴും UP ആയിരിക്കും മുന്നിൽ. 23
കോടി ജനങ്ങളുണ്ട് യു പിയിൽ. കേരളത്തിൽ 3.5 കോടി ആൾക്കാരേ ഉള്ളൂ. നേരെ തിരിച്ച് ക്രൈം റേറ്റ് പരിശോധിക്കുന്നത് ക്രൈം പെർ ലാക്കാണ്. 1,00,000 പേരിൽ എത്ര പേർക്കെതിരെ ക്രിമിനൽ കുറ്റം നടന്നു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കോഗ്നിസബിൾ ഒഫൻസുകളുടെ കാര്യത്തിൽ ക്രൈം റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഒറ്റ വാചകം മാത്രം അതായത് ഒറ്റ വാചകം മാത്രം പ്ലീസ്, അത് മാത്രം പറഞ്ഞു തന്നു. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിൽ ഇന്ത്യയിലെ തന്നെ 2ാം സ്ഥാനത്ത് കേരളമാണ്. 1,00,022 സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു. പോക്സോയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം. 1,35,000 കുട്ടികൾക്കെതിരെ കേരളത്തിൽ കുറ്റകൃത്യം നടക്കുന്നുണ്ട്.